എടാ നമുക്ക് ഇതുവരായിട്ട് റൂമൊന്നും ശരിയായില്ലല്ലോടാ. ഇപ്പൊ കൊടുക്കണ വാടക നമുക്ക് ഒട്ടും മുതലാവില്ല കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മ ഒരുപാട് അടുത്ത് പറഞ്ഞിട്ടില്ലേ, ആരെങ്കിലും ഒന്നും വിളിക്കായിരിക്കും. എടാ നിങ്ങൾക്ക് റൂം റെഡിയാണോ? ഇല്ലക്ക, ഒന്നും റെഡി ആയിട്ടില്ല. ആയിട്ടില്ലല്ലോ. എന്നാ നോക്കണ്ട, വേറെ നോക്കണ്ട. ഞാൻ എൻ്റെ പരിചയത്തിലെ റൂമുണ്ട്, ഞാൻ പുള്ളി ഒന്ന് വിളിച്ച് കൺഫേം ആകട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ റൂമിലോട്ട് മാറേണ്ടി വരും. ഓക്കെ അല്ലേ? ആണോ? അന്ന് ഓക്കെ 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 ശരി ശരിടാ, ഞാൻ വിളിക്കാം. ആ ഓക്കെ. എടാ നമുക്ക് എന്തായാലും റൂം റെഡി ആയി തോന്നണ്ട, നാളെ തന്നെ മാറാൻ പറ്റും തോന്നുന്നുണ്ട്. അതിന്റെ കേസിലാണ് വിളിച്ചത്. ഓ സമാധാനായി. എന്നാ പിന്നെ നമുക്ക് റൂമിലേക്ക് തിരിച്ചാലോ? ഹലോ ഉമ്മ. എന്താ വിശേഷം, സുഖല്ലേ? അൽഹംദുലില്ലാ റാഹത്ത്. നാളെ പുറത്തെത്തൂലേ? ഇപ്പോൾ കറക്റ്റ് സമയത്തിനെത്തും. ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടില്ലെങ്കിൽ കറക്റ്റ് സമയത്തിന് ഇൻഷാ അല്ലാ. വാങ്ങിയിട്ട് എല്ലാവർക്കും ഉള്ള സാധനം വാങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ റൂമിലുള്ള ഇരിക്കാൻ്റെ വണ്ടി എയർപോർട്ടിൽ വരാൻ അതിലായിരുന്നു. ഇൻഷാ അല്ലാ എല്ലാവർക്കും ഉള്ള വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് അവിടെ നാട്ടിലെത്തിയിട്ടേ നേരിട്ട് സംസാരിക്കാം. ഇൻഷാ അല്ലാ. ഓക്കെ എന്നാൽ ശരി ശരി. ഹലോ. എവിടെയാ? വർക്ക് കാരണത്താൽ ഞാൻ അല്പം ലേറ്റായി പോയി ഇറങ്ങാനായിട്ട്. ആണോ? ഞാൻ വിളിച്ചേ, നിങ്ങളുടെ റൂമിലേക്ക് ഒഴിവുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ 2 പയ്യന്മാരുണ്ട്, അവരെ വിടട്ടെ? ആളെ പറഞ്ഞു വിടുന്നുണ്ടോ? ശരി. ഓക്കെ, നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞു വിടൂ, കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല, നല്ല പിള്ളേർ. ബാക്കി ഞാൻ റൂം ചെന്നിട്ട് സംസാരിക്കാൻ. ഞാൻ ഇപ്പോൾ വരുന്നേ ഉള്ളൂ, ഇച്ചിരി ലേറ്റായി പോയി. ആണോ? ശരി ശരി ശരി. ഓക്കെ ഓക്കെ രാവിലെ. ഹലോ. എടാ ഞാൻ തന്നെ. അപ്പോഴേ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രാവിലെ തന്നെ വിട്ടോ. റൂം റെഡിയാണ്. ഓക്കെ, ഞാൻ ലൊക്കേഷനും നമ്പറും പുള്ളിയുടെ നമ്പറൊക്കെ ഞാൻ വാട്സാപ്പിൽ വിട്ടു. അപ്പോൾ രാവിലെ തന്നെ വിട്ടോണം. ശരി ശരി. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഓക്കെ. ഏതോ വലിയൊരു ആക്സിഡന്റ് ആണോ ദൈവമേ.
ആ ഹലോ. ആ നീ ഉറങ്ങിയില്ലടാ? ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നോളൂ. ആ ഓ താഴെ നമ്മുടെ നേരെ താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ആക്സിഡന്റ് നടന്നു. ഒരാളെ ഇടിച്ച് കാർ തെറിപ്പിച്ച് കാറും മറിഞ്ഞു. അത് ശരി, ആക്സിഡൻറ്റോ? ആഹാ, അയ്യോ. എന്താ സംഭവം അറിയാമോ? എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പോലീസ് ആകെ കൂടി ബ്ലോക്ക് ചെയ്തേക്കാണല്ലോ നമ്മുടെ, അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ആ ഓ ശരി. എന്തായാലും ഞാൻ നാളെ റൂമിലുണ്ടല്ലോ. ശരി, ഓക്കെ. നിനക്ക് ഓഫാണ്, എനിക്ക് ഓഫാണ്. നാളെ സംസാരിക്കാം. ഓക്കെ, ഞാൻ ആ കൂടി ടയർഡാണ്. ഓക്കെ, ഞാൻ രാവിലെ വിളിക്കും. ആ ശരി, ഓക്കെ ഓക്കെ. ശരി, ഓക്കെ. ഹലോ, ഇതാരാ? ആ ഇത് ഞാനാണ്. നീ ഇപ്പൊ എവിടെ? ഇതാര ഫോണോ? ഞാൻ നമ്മളെ വണ്ടി പറഞ്ഞില്ലേ, അതിനപ്പുറത്തുള്ള കാർപോർട്ടിൽ ഇരിക്കാം. നീ പെട്ടെന്ന് കയറി വാ. ഞാൻ 411 റൂമിലുണ്ട്. അതാ റൂമോ? അതൊക്കെ നീ ഇവിടെ കയറി വന്നിട്ട് ഞാൻ പറയാം. പെട്ടെന്ന് വാ. ഓക്കെ ശരി. ഇനി എന്താ ചെയ്യാ? അവിടെ മനുഷ്യണ്ടാവോ? നിങ്ങൾ നോക്കി ഓടിക്കണ്ടേ? എന്നെ പേടിപ്പിക്കല്ലേ? ഞാൻ മര്യാദക്ക് വണ്ടി ഓടിച്ചിരുന്നല്ലേ? നീ തന്നെ ചാടി എന്റെ സ്റ്റിയറിംഗ് പിടിച്ചത്. അത് പിന്നെ ആൾ പെട്ടെന്ന് ഫ്രണ്ടിൽ ചാടി പിന്നെ എന്താ ചെയ്യാ? ഇവിടുത്തെ നിയമം എന്തൊക്കെ ആവാണോ? എനിക്ക് വയ്യ. ആരും കണ്ടിട്ടോ നമ്മൾ ഓടിയത്? പിടിക്കപ്പെടുവോ? പിന്നെ കാണാണ്ടിരിക്കോ? നമ്മള് എല്ലാ ബിൽഡിങ്ങിലും ക്യാമറയാണ്. അപ്പൊ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ലേ? എന്റെ മുമ്പ് രാവിലെ മുതൽ എയർപോർട്ടിൽ എന്നെ കാത്തിരിക്കാണ്. ഒരാഴ്ച ഇതിന്റെ കല്യാണം. ഇത് ഞാൻ എന്ത് ചെയ്യാ? ഇവിടുത്തെ നിയമം നിനക്കറിയില്ലേ? അയാൾ മരിച്ചു പോയാൽ നമ്മൾ പുറലോകം കാണില്ല. അയാൾ രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടും. നമുക്ക് പിടിയെടുത്താലോ?
അയാൾക്ക് എന്താ സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ. അതറിയാണ്ട് നമ്മൾ എങ്ങനെ പിടികൊടുക്കുക? അപ്പൊ എനിക്ക് നാട്ടിൽ പോണ്ടേ? എന്റെ ഉമ്മയുടെ വെയിറ്റ് ചെയ്ത് എന്റെ വീട്ടിൽ അറിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ആളോട് പറ. നീ ആ സ്റ്റെയറിംഗ് പിടിച്ച് തിരിച്ചില്ലായിരുന്നു, ഞാൻ എങ്ങനെയും ചവിട്ടി നിർത്തിയാലേ വണ്ടി. നമുക്ക് ആരെ വിളിച്ചൊന്ന് പറഞ്ഞാലോ? നീ നിന്റെ ഫോൺ എടുത്തിട്ടൊന്ന് വിളിച്ചു നോക്ക്. എന്റെ ഫോണെങ്കിൽ മിസ്സായി ഇവിടെ. എന്റെ ഫോൺ ഞാൻ താഴെ വെച്ച് മറന്നു വെച്ചു പോകുന്നു. ആ പാർക്കിങ്ങിൽ ഇരിക്കുക, മറന്നിട്ട് പോന്ന. പിന്നെന്താ ചെയ്യാ? അല്ല, നിങ്ങൾ എന്നെ ഐഫോണിന്ന് വിളിച്ചേ? ഇതാറ് റൂമാ? ഇവിടെ ആരുമില്ലേ? ഇതാണ് റൂമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓടിക്കറിയില്ല ഈ റൂമിലേക്കാണ്. അയാൾ ബാത്റൂമിൽ പോയ സമയത്ത് അയാളെ ഫോൺ എടുത്തിട്ട് ഞാൻ നിന്നെ വിളിച്ചത്. എന്നാ പിന്നെ അയാൾ ഫോൺ എടുത്തിട്ട് നമുക്ക് ആരെങ്കിലും വിളിച്ചാലോ? അതെ, അയാൾ അവിടെ ഉണ്ടോന്ന് നോക്കാം നമുക്ക്. ഞാൻ ആദ്യം പോയിട്ട് നോക്കാം. അയാൾ ഉറങ്ങുന്നു. ഇനി എന്ത് ചെയ്യാം? നമ്മളെന്ത് ചെയ്യാം? നമുക്ക് പോയിട്ട് ഫോൺ എടുത്തല്ലോ. അതൊന്നും പറ്റില്ല. അയാൾ ഉറങ്ങുന്നു. അടങ്ങാതെ എഴുന്നേറ്റാ അത് പ്രശ്നമാവും. നമ്മളെന്ത് ചെയ്യാ? അയാൾ ഇങ്ങോട്ട് തന്നെ വരുമോ? ഇവിടേക്ക് വരാൻ തോന്നുന്നില്ല. കാരണം ഇവിടെ ആൾ താമസമില്ലാത്ത റൂം പോലെ തോന്നുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാം? ഇവിടെ ഇരുന്നാലും വെയിറ്റ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒരു റെസിപ്പി കഴിക്കാം ഉമ്മാക്കെ. നീ എല്ലാ മകനെ കൊണ്ടാണത്? വേറെ കല്യാണം കഴിക്കണ പെണ്ണിനെ എന്തെങ്കിലും കൊണ്ടുപോകും? ഉമ്മ അല്ലാണ്ട് വേറെ ആരാ നമുക്ക്? വേറെ ആരില്ല. അവനെ നല്ല നോക്കിയെടുത്തോ. എന്ത് രസമുണ്ടല്ലേ? നല്ലല്ലേ? കൊടുക്കലോ. അത് സുഖമല്ല. ഇത് കാണാനും രസമുണ്ട്. നല്ല രസം ഉണ്ടാവും. ഇതെങ്ങനെയുണ്ട്? ഞങ്ങളെ കുട്ടിക്കൊന്നും എടുത്താലോ? അത് വേണ്ട, ഇതെടുത്തു. അതെയാ? ഒരു പൂച്ചക്കുട്ടി ചിരിക്കുന്നുണ്ട്. നല്ല ചിരിയല്ലേ? നേരെ പോയിട്ടില്ലേ? എന്റെ ഫ്ലൈറ്റ് പോയിട്ടുണ്ടാവില്ലേ? പിന്നെ നിന്നെ വെയിറ്റ് ചെയ്തിട്ട് ഫ്ലൈറ്റ് അവിടെ നിൽക്കുകയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഒന്നും ചെയ്യാനോ, നമ്മള് അയാൾ ഉണർന്നാന്നും പോയി നോക്കുക. ഹലോ. ഹലോ, ഉറങ്ങിയോ? ക്ഷീണം കാരണം അല്പം ഒന്ന് മയങ്ങിപ്പോയി. ഞാൻ വിളിച്ചത് പിന്നെ നമ്മുടെ ആക്സിഡന്റ് നടന്നില്ലേ, ആ ന്യൂസ് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടല്ലോ, നോക്കിയായിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ല. ആക്സിഡന്റ് ന്യൂസ് നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നോ? ഞാൻ നോക്കട്ടെ. മെസ്സേജിനെ പറ്റിയാണല്ലോ. നമ്മളെ പറ്റിയ മെസ്സേജ് ആവോ? നോക്കിയാലോ? നോക്കാം. അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. നോക്കണേ ഒന്ന്. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ല, രണ്ടുപേരും അങ്ങോട്ട് വിടുമെന്ന് പറഞ്ഞു. അവർ രാവിലെ എത്തും. ഞാൻ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് അവർ വിളിക്കും. വന്നോട്ടെ, അവർ വന്നോട്ടെ. ഞാൻ അവിടെ റൂമിലുണ്ട്. ഓക്കെ, വന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഞാനങ്ങ് വന്നിട്ട് കാണാം. ശരി, ഓക്കെ. വലിയ കഷ്ടമായി. ആദ്യം നീ മെസ്സേജ് നോക്ക്. ദുബായ് സിറ്റിയിൽ ഇന്നലെ പുലർച്ചെ നടന്ന അപകടത്തിൽ കാറിന് വട്ടം ചാടിയ ബോംബെ സ്വദേശി ഇസാഖ് 38 വയസ്സ് ഗുരുതര പരിക്കോട് ഹോസ്പിറ്റലിൽ. കഴിഞ്ഞില്ല. കാറിന് വട്ടം ചാടി ഇയാളെ ഇടിച്ചു തെറിപ്പിച്ച കാറ് മറിയുകയായിരുന്നു.
കാറിലുണ്ടായിരുന്ന ഇന്ന് നാട്ടിലേക്ക് പോകാനിരുന്ന വയനാട് സ്വദേശി ജാഫർ 27, കോഴിക്കോട് സ്വദേശി സാദത്ത് 42 എന്നിവർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. അപ്പൊ ഈ നമ്മള് നീ ഒന്നുകൂടി വായിച്ചത്? കാറിൽ ഒറ്റം ചാടി ഇയാളെ ഇടിച്ച് തെറിപ്പിച്ച് കാറ് മറിയുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന ഇന്ന് നാട്ടിലേക്ക് പോകാനിരുന്ന വയനാട് സ്വദേശി ജാഫർ 27, കോഴിക്കോട് സ്വദേശി സാദത്ത് 42 എന്നിവർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. അപ്പൊ നമ്മള് ഹലോ, ഞങ്ങൾ ഫ്ലാറ്റിൽ പുതിയ വന്ന ആൾക്കാരാ. ഞങ്ങൾ ദൈവന്റെ വെളിയിൽ നിൽപ്പുണ്ട്. നിങ്ങൾ എത്തിയോ? നിങ്ങൾ വേലയ്ക്ക് കയറി വരും. ഞാൻ 411 ഓക്കെ.